സന്ദീപ് വാര്യരുടെ കടന്നുവരവ് ഏറെ സന്തോഷം. അഭിലാഷേ, ഒരു നിമിഷം മന്ത്രിയുടെ പ്രതികരണം. സ്വീകരിക്കുന്ന നേരത്തെ AK ബാലൻ പറഞ്ഞത് സരിൻ മിടുക്കനാണ്, സരിൻ നല്ലവരാണ്, ആ തരത്തിലായിരുന്നു AK ബാലൻ. അല്ല, ബാലേട്ടൻ പൊതുവെ ആരെക്കുറിച്ച് മോശം പറയുന്ന ഒരാളല്ലല്ലോ. ബാലേട്ടൻ ആരെക്കുറിച്ചെങ്കിലും മോശം വാക്കുകൾ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം വന്നാൽ സ്വീകരിക്കും. സന്ദീപ് നിലപാട് എന്നല്ല പറഞ്ഞത്, കേക്കോ, ആയി എന്നല്ല പറഞ്ഞത്. ബാലേട്ടൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം പൊതുവെ ആരെക്കുറിച്ചും ശ്രീ VD സതീശൻ പറയുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാത്തതുകൊണ്ട് മാന്യമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പാർട്ടിയിൽ എടുക്കുന്ന കാര്യം ആലോചിച്ചിട്ട്. അല്ല, ഞാൻ പറയട്ടെ, കേൾക്കോ, ആര് പറഞ്ഞു? കേൾക്കോ, നിങ്ങൾ ഓരോരുത്തരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ, ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. എന്താ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്? വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. വർഗീയതയുടെ കാര്യത്തിൽ അദ്ദേഹം ആ നിലപാട് തള്ളിപ്പറയാതെ മറ്റൊന്നും നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും ആ തരത്തിൽ ഔദ്യോഗികമായൊരു ആലോചന ഞങ്ങൾ നടത്തിയിട്ടില്ല. പിന്നെ BJP ആയിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണല്ലോ പറഞ്ഞത്. ആ വൈകാരികമായിട്ട് പറഞ്ഞ അമ്മയുടെ ശവസംസ്കാരത്തിന് വന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബാലേട്ടനൊരു ആശ്വാസ വാക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനപ്പുറം രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. കോൺഗ്രസിന് ലേഹത്തിന്റെ കടയിലേക്ക് വന്നത് കൊള്ളാം, പക്ഷേ വെറുപ്പിന്റെ കടയിലേക്ക് തിരിച്ചു പോലും ഒരു അവിശ്വാസം കോൺഗ്രസിലുണ്ടെന്ന് തോന്നുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിലെ മതനിരപേക്ഷവാദികൾക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് കൊണ്ട് നടക്കാവുന്ന ഒരു നേതാവാണോ? അവർ ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരില്ലേ? കെ മുരളീധരന് ഈ BJPക്ക് വേണ്ടി കാലുവാരിയതാണ് അദ്ദേഹത്തെ. കെ മുരളീധരനെ BJPക്ക് വേണ്ടി കാലുവാരി തോൽപ്പിച്ചവരാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകനെ സ്വന്തം പാർട്ടിയിൽ എടുത്തിട്ടുള്ളത്. ഏറ്റവും വലിയ വിദ്വേഷ പാർട്ടി തേടി നടന്നു സന്ദീപ്, ഒടുവിൽ കോൺഗ്രസിലേക്ക് എത്തിയതാണ് മുരളീധരൻ പറഞ്ഞത്. സന്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങളത് ചിന്തിച്ചിട്ടേ ഇല്ല. സന്ദീപ് പറയുന്നത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉപയോഗിച്ച് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നതാണ്. അത്തരം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തേക്കാണ് വരുന്നതെങ്കിൽ സ്വീകരിക്കുമായിരുന്നില്ലേ? ആ നിലപാട് അദ്ദേഹം ഇതുവരെ സ്വീകരിച്ചില്ലല്ലോ. ഞങ്ങൾ അതാണ് പറഞ്ഞത്. ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയത് വർഗീയതയെ പരസ്യമായി തള്ളിപ്പറയണം. എന്തെല്ലാം പ്രസ്താവനകളാണ് ഓർക്കുന്നില്ലേ? കാശ്മീരിലുള്ള ആളുകളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടണം എന്ന പ്രസ്താവന, അതെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. പിന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയാണ് എന്ന പ്രസ്താവന, അതുപോലെ ഇതുപോലുള്ള ധാരാളം വിദ്വേഷ പ്രസ്താവനകളില്ലേ. കേരളത്തിൽ വിദ്വേഷ പ്രസ്താവനയ്ക്ക് ഒരു പുരസ്കാരം കിട്ടിയാൽ അതിന് ഒരു ശശികല ടീച്ചറെ പോലും രണ്ടാമതാക്കും. അങ്ങനെ ഉള്ള ഒരാളെയാണ് ഇപ്പോൾ കൊണ്ടു നടന്നിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതാ, പച്ചക്കൊടി കണ്ടതിൻ്റെ പേരിൽ പ്രസംഗിക്കാതെ പോയ പ്രിയങ്ക ഗാന്ധിക്കുണ്ടല്ലോ, പ്രിയങ്ക ഗാന്ധിക്ക് അവരുടെ പാർട്ടിയിൽ ചേരാൻ പറ്റിയ ഒരാളാണ്. നല്ലൊരു അലങ്കാരമായിരിക്കും എന്നാണ് എനിക്ക് 10% വോട്ടാണ് പോൾ ചെയ്യാതെ പോയത് വയനാട്ടിൽ. അതിനേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്യപ്പെടാതെ പോകും. കോൺഗ്രസിലെ മതനിരപേക്ഷവാദികൾ ഒന്നുകിൽ ഇവിടെ LDF നോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതിൽ മനമെടുത്ത് ഇനി LDF നോട്ട് ചെയ്യാൻ വിഷമമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിന് കൂട്ടു നിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം നാളെ അങ്ങനെ ആകും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇത്രയും വിദ്വേഷ പ്രചരണം നടത്തിയ ആളെ ഞങ്ങൾ എടുത്തില്ലല്ലോ. എടുത്തവരോട് പോയി നോക്കൂ. അല്ല, ഇത്രയും അതെ, ഇത്രയും വിദ്വേഷ പ്രചാരം നടത്തിയ ആളെ തലയിൽ ചുമന്ന് കൊണ്ടു നടക്കുന്നവരെ വെളുപ്പിക്കാനാണ് ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ വിചാരിച്ച വെളുപ്പിക്കാൻ പറ്റില്ല. മീഡിയ ഏതാണെങ്കിലും BJP ആശയങ്ങൾ തള്ളാതെയാണോ ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത്? അതിലെന്താ? RSS അല്ലേ സന്ദീപ് വാര്യർ? സന്ദീപ് വാര്യർ വെറും BJP അല്ല, RSS ആണ്. കുട്ടിക്കാലം മുതൽ ശാഖയിൽ നിന്ന്
പഠിച്ചു വന്ന ശരി, ഒരാൾ. എം പി രാജേഷിന്റെ പ്രതികരണമാണ് കേട്ടത്. എ കെ ബാലൻ വളരെ നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞതാണ്. സന്ദീപ് വാര്യർ ആ വർഗീയ വിദ്വേഷത്തിന്റെ പ്രചാരകനാണ്. അങ്ങനെ ഒരാൾക്ക് തങ്ങളുടെ ഭാഗത്തേക്ക് പ്രവേശനമില്ല, കോൺഗ്രസിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നേരത്തെ അഭിലാഷ് ചോദിച്ചപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിന്ദുത്വവാദം ഉപേക്ഷിച്ചുകൊണ്ടാണ് താൻ കോൺഗ്രസിലേക്ക് വരുന്നതെന്നാണ്. അപ്പോൾ എം പി രാജേഷിനെയും ഒക്കെ ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് സത്യനന്ദിക്കാട് ചിത്രമായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഈശ്വര ഭഗവാനെ എൻ്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ, എന്നാലും ആ പരമ ദുഷ്ടൻ എന്നൊരു പറച്ചിലുണ്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന